നീർഭൂവിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി നമ്മുടെ രേവതിയുടെ അല്ല രേവതിയുടെ ആദ്യ രാത്രി നടത്താൻ നമ്മുടെ ചന്ദ്ര സമ്മതിച്ചിട്ടില്ലല്ലോ. ശ്രുതിയുടെ ആദ്യ രാത്രി നമ്മുടെ ശ്രുതി സ്വപ്നം കാണുന്നതിനേക്കാളും അപ്പുറത്താണ് കാര്യങ്ങളൊക്കെ. പൂക്കളൊക്കെ വിതറി ഒരു സിനിമയിലെ ഉള്ള പോലെ തന്നെ ഇംഗ്ലീഷ് സിനിമയിലെ പോലെയൊക്കെയാണ് അതിൽ ശ്രുതി പറയുന്നത്. അതായത് വൈനും ഫ്രൂട്ട്സുകളൊക്കെ ഇങ്ങനെ നിറച്ചിട്ട് അങ്ങനെയുള്ളൊരു ശ്രുതിക്കാണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് ശ്രുതി ആകെ വണ്ടറടിച്ചിരിക്കുന്നു. ഇത്രയും നല്ലൊരു ആദ്യരാത്രി പോലും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെയൊക്കെ ഒരുക്കുമെന്നും വിചാരിച്ചില്ല. അങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലെ വട്ടം പോക്കി അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭാഗങ്ങളൊക്കെ ഇനി കാണിക്കുന്നത്. ഭയങ്കരമായൊരു കല്യാണവും ആദ്യരാത്രിയൊക്കെ ഇനി അവിടെ സംഭവിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ 10 മണിയായിട്ട് പോലും അവർ എഴുന്നേൽക്കുന്നില്ല. അവരെ വാതിൽ അടഞ്ഞ് തന്നെ കിടക്കണ്. ചന്ദ്രയാണെങ്കിൽ ഇവർ രണ്ടുപേരെയും കൊണ്ട് അമ്പലത്തിലേക്ക് ചെല്ലാന്ന് ബാമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാമ അവരെ കാണാണ്ടായപ്പോൾ വിളിക്കുന്നു, ചന്ദ്ര നീ മരുമോളെയും മോനെയും കൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് എന്താ കാണാത്തതെന്ന് വെച്ചപ്പോൾ അവർ എഴുന്നേറ്റിട്ടില്ല, ഡോർ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നേരമായിട്ടാ നീ പോയി വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന പറഞ്ഞപ്പോൾ വിളിച്ചെഴുന്നേൽപ്പിക്കാനൊന്നും പറ്റില്ല, മോശം എന്ന് പറയുന്നു. അതിനുശേഷം അത് ഭയങ്കര അഭിമാനമായിട്ടാണ് ചന്ദ്രയ്ക്ക് തോന്നുന്നത്. അതിനുശേഷം നമ്മുടെ രേവതി വന്നു കഴിഞ്ഞിട്ട് അച്ഛനോട് രവിയോട് ചായ തറ്റേന്ന് ചോദിക്കുന്നുണ്ട്. ചായ എടുക്കാൻ പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് നീ എന്നെ മൈൻഡ് ചെയ്യാത്ത, എന്നോട് ചായ വേണമെന്നൊന്നും ചോദിക്കില്ലേ, നിനക്ക് എന്നെ വിലയില്ലേ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര അങ്ങനെ രേവതിയുടെ അടുത്തേക്ക് ചാടിക്കടിക്കുന്നുണ്ട്. ശരി അന്ന് അമ്മയ്ക്ക് ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞപ്പോൾ അവിടെ നിൽക്ക്, നിന്നോട് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ശ്രുതിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി കൊടുക്കണം, അതാണ് നിന്റെ ജോലി എന്ന് പറഞ്ഞപ്പോൾ സമയം 10 മണിയായില്ലേ, ഇനി എപ്പോൾ ചോദിച്ചിട്ട് ഉണ്ടാക്കാനാണ്, അമ്മ ഇന്നലെ പറഞ്ഞ പോലത്തെ ഭക്ഷണങ്ങളൊക്കെ ഇന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞാൽ പറ്റില്ല, ശ്രുതിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ രേവതി വീണ്ടും പറയുന്നുണ്ട്, ഈ നേരത്ത് ഇത്രയും നേരമായിട്ട് ഇനി എപ്പോൾ അറിഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ നീ 10 മണിന്ന് എടുത്തു പറയുന്നത്, അവർ എഴുന്നേൽക്കാത്തത് കൊണ്ടുള്ള കുശുമ്പല്ലേ നിനക്ക്, അവർ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതുകൊണ്ട് അവൾ എപ്പോൾ എഴുന്നേൽക്കണം അപ്പം നീ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ രവിക്ക് ദേഷ്യം വരുന്നുണ്ട്. രവി പറഞ്ഞു ഇവിടെ ഉണ്ടാക്കണതൊക്കെ മറ്റുള്ളവർ കഴിച്ചാൽ മതി, ശ്രുതിക്ക് മാത്രം ഒരു പ്രത്യേകത ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് രേവതിയും പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇനി ശ്രുതി എഴുന്നേറ്റിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റില്ല, അപ്പോൾ ഒരുപാട് നേരമാവും, വൈകുന്നേരത്തേക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ശ്രുതിയുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ് രേവതി അടുക്കളയ്ക്ക് പോകും പെട്ടെന്ന്. അപ്പോൾ കണ്ട അവൾ എന്നെ പേടിയില്ല, അവൾ എന്നെ ബഹുമാനിക്കുന്നില്ല, അവളുടെ സാമർത്ഥ്യം കണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ മുത്തശ്ശി ഓടി വരുന്നുണ്ട്. അവള് നിന്നെ ബഹുമാനിക്കാൻ നീ എന്നെ ബഹുമാനിച്ചിട്ടുണ്ടടി, നീ നിന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് എൻ്റെ മോനെയും കൊണ്ട് നീ ഇങ്ങോട്ട് പോകുന്നതല്ലോ, ഒന്ന് ഫോൺ പോലും വിളിക്കാൻ നീ സമ്മതിച്ചിട്ടില്ലല്ലോ, അങ്ങനത്തെ നിനക്ക് ഇത് പറയാൻ എന്ത് അധികാരൻ്റെ ഉള്ളത്, നീ എന്നെ ആദ്യം ബഹുമാനിക്കാൻ പഠിക്ക്, അപ്പൊ നീ നിന്റെ അമ്മായിമനെ ബഹുമാനിച്ചാൽ രേവതിയുടെ അമ്മായിമനെ ബഹുമാനിക്കുക, വേണ്ട സ്ഥാനം തരും ചെയ്യോടി, നിന്റെ മരുമോൾക്കുള്ള അവള് കല്യാണം കഴിഞ്ഞ് വന്ന നാളിൽ തുടങ്ങിയാണ് നിന്റെ ഈ സൂക്കേട്, അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞേക്കുന്നു, നിന്റെ മരുമോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നീ ഉണ്ടാക്കി കൊടുക്കണം, അല്ലാതെ രേവതിയുടെ മേലേക്ക് നീ കുതിര കയറാൻ വരരുത്, പറഞ്ഞില്ല എന്ന് വേണ്ടെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ശരിക്കും ചന്ദ്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. ചന്ദ്ര ആകെ അടി കിട്ടിയ പോലെ നിൽക്കുന്നതാണ് ഒരു എപ്പിസോഡ് ഭാഗത്തിൽ കാണിക്കുന്നത്.